പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാൻ ബജറ്റിൽ പ്രത്യേക പദ്ധതി. തെരഞ്ഞെടുത്ത വിദേശ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വിസയിൽ ഇളവ് ഏർപ്പെടുത്തും. ഇന്ത്യയിലെ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. വിദേശ വിനോദസഞ്ചാരികൾക്ക് യാത്ര എളുപ്പമാക്കാനും പ്രമുഖ ടൂറിസ്റ്റ് സൈറ്റുകൾ വികസിപ്പിക്കാനും സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. കൂടാതെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്കുള്ള സാമ്പത്തിക പിന്തുണയും ഹോം സ്റ്റേകൾക്കുള്ള മുദ്രാ ലോണുകളും കണക്ടിവിറ്റിയും ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും വർദ്ധിപ്പിക്കൂ. കൂടുതൽ അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതിനുള്ള നീക്കത്തിൽ തെരഞ്ഞെടുത്ത വിദേശ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് സർക്കാർ വിസ ഇളവ് ഏർപ്പെടുത്തും. ആഗോള സഞ്ചാരികൾക്ക് ഇന്ത്യയെ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും ആകർഷകവുമായ സ്ഥലമാക്കി മാറ്റുന്നതിനും പ്രവേശന പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ടൂറിസം വരുമാനം വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇത് സഹായകമാകും. സൗദിയിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ തൊഴിൽ നിയമം സഹായകമാകും. തൊഴിലിടങ്ങളിൽ ലിംഗം, നിറം, ശാരീരിക വൈകല്യ അവസ്ഥ എന്നിവയുടെ പേരിൽ വിവേചനം കാണിക്കാൻ പാടില്ല. വനിതാ ജീവനക്കാരുടെ പ്രസവാവധി 12 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ വേതനത്തോടുകൂടിയ അവധി ലഭിക്കും. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്താൽ ഓവർടൈം വേതനം നൽകണം. തൊഴിൽ കരാറിൽ കാലാവധി രേഖപ്പെടുത്തണം. ലൈസൻസ് ഇല്ലാതെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും പുതിയ നിയമത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.